അല്ല, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CSRൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും DGPക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയുമേറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും, ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും, നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ഗൂഢമായ തട്ടിപ്പാണിത്. ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായൊരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ നിരവധി പരിപാടികളിൽ ബഹുമാന്യരായ മന്ത്രിമാരും ജനപ്രതിനിധികളും MLAമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ അവർ ഈ വലിയ കുറ്റവാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരാരും പോയത്. അതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണയിലും ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സംഘടന. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും, നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ, നിങ്ങൾ മീഡിയയുടെ, നിങ്ങളുടെ മാധ്യമങ്ങളുടെ, അവിടുത്തെ മാധ്യമ പ്രവർത്തകർ വന്ന് അന്വേഷിക്കൂ. ഞങ്ങളവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് മാത്രം കിട്ടി നമുക്ക് ഒരിക്കലും ആ ഒരു തരത്തിലുള്ള എംപവർമെൻറ്റ് സാധിക്കില്ല. ഞങ്ങളവിടെ വിദ്യാഭ്യാസത്തിൽ ഊന്നി വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് LP സ്കൂളിലെ കുട്ടികളുടെ LSS പരിശീലനം മുതൽ IAS പരിശീലനം വരെ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനൊന്നും ഒരു നയാ പൈസയുടെ സഹായവും സർക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നില്ല, ലഭിക്കുന്നില്ല. പകരം ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ, സാമൂഹ്യ മേഖലയിലുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലെ ഓൺട്രപ്രണേഴ്സായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും ഞങ്ങളെ സഹായിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കുന്നത് അവരൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടാണ്. നിങ്ങൾ തന്നെ അവിടെ വന്ന് ഈ തരത്തിലുള്ള ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം. പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് എന്താണ്, അവിടുത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം. ഉദാഹരണമായിട്ട് നമ്മളവിടെ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോടൊപ്പം ഇപ്പോൾ ഞങ്ങളൊരു വലിയ പ്രൊജക്റ്റിൻ്റെ പണിപ്പുരയിലാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടാകുകയുണ്ടായി. കോളനി എന്ന് പറയുന്ന പദം മാറ്റി നമ്മൾ കോളനികളുടെ പേര് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തിൽ 2023 ബഹുമാന്യനായ അന്നത്തെ മന്ത്രി K. രാധാകൃഷ്ണനെ കണ്ട് നൽകിയൊരു നിവേദനം ഉണ്ടായിരുന്നു. ആ നിവേദനത്തിൻ്റെ പുറത്താണ് സർക്കാർ ഈ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ കോളനികളെയും സദ്ഗ്രാമങ്ങളാക്കി മാറ്റാൻ വലിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു വലിയ സർവേ നടത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. എല്ലാ സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്തുകൾ നിലവിൽ അവിടെ ഇടതുപക്ഷ പഞ്ചായത്തുകളാണ് ഭൂരിപക്ഷം ഉള്ളത്. അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ജനകീയമായ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തുന്നത്. ഇപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റി, അത് ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, പെരിന്തൽമണ്ണയിലെ എല്ലാവരും ഉണ്ട്, ആളുകളെല്ലാവരും ഉണ്ട്. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു വലിയ തട്ടിപ്പ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല എന്നത് ഉറപ്പാണ്. ഞങ്ങളെ വിശ്വസിപ്പിച്ചത് അനന്തകുമാർ എന്ന് പറയുന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ സംരംഭം നടക്കുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ഇത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് സൗകര്യം ലഭിക്കുന്ന തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരത്തെ ഞങ്ങളൊരു വേറൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. നിരവധി സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യൽ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തയ്യൽ പരിശീലനം നേടുന്ന സ്ത്രീകൾക്ക് പകുതി പൈസക്ക് തയ്യൽ മെഷീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വലിയ തരത്തിലേക്ക് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളവിടെ സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം ഈ 15-നും 16-നും നടക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. അവിടെ ഞങ്ങൾ നടത്തുന്നത് ഓൺട്രപ്രണർഷിപ്പ് രംഗത്തെ പുതിയ തലമുറയെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോളനികളെ ഞങ്ങൾ നവീകരിക്കുന്നു. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഞങ്ങൾ
സഹായിക്കുന്നു. ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഒരു പൊതുവായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടോ ഒന്നുമല്ല. എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു, അതിൻ്റെ കൂടെ നിൽക്കുന്നു. എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലുകളുമായിട്ട് ചേർന്നൊരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കി. നമ്മൾ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, അവർക്കെല്ലാവർക്കും ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ഇതെല്ലാം CSR പ്രൊജക്റ്റുകൾ കേന്ദ്രീകരിച്ചാണ്. ഹോസ്പിറ്റലുകളുമായി സഹകരിച്ച് CSR പ്രൊജക്റ്റുകളെ കൂട്ടിച്ചേർത്താണ്. പിന്നെ ഞങ്ങളുടെ ഈ മുദ്ര എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ MLA ആയതിനു ശേഷം ആരംഭിച്ച ഈ ഒരു വലിയ സംവിധാനം ഇന്ന് അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അപ്രൂവലും കിട്ടി. കൃത്യമായി എല്ലാ വർഷവും അതിൻ്റെ ഓഡിറ്റിംഗ് നടക്കുന്നു. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്ന തുറന്ന പുസ്തകം പോലെ നിൽക്കുന്ന കാര്യമാണ്. ഒരു നയാ പൈസ പോലും ഓഡിറ്റഡ് അല്ലാതെ ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരു സംഭാവനയും ലഭിക്കുന്നില്ല. ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾ ഒരു നയാ പൈസയും ചെലവഴിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു സംവിധാനത ഏകോപിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ NGO രംഗത്ത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള അനന്തകുമാറിനെ പോലുള്ള ആളുകൾ ഞങ്ങളെ മുദ്ര പോലെയുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൂടി ഈ സഹായം ലഭ്യമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ പെട്ടുപോയ വിക്ടിംസായി ഞങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവുക? ഇവർ ഈ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഒരു യോഗത്തിൽ പോലും ഞാൻ ഇന്നേ വരെ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ ഹാജരാക്കട്ടെ, എനിക്കറിയില്ല. ആ സംഘടനയിൽ ഞാൻ പങ്കാളിയല്ല. അതിൻ്റെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇപ്പം ബഹുമാന്യരായ മന്ത്രിമാരും MLA ഒക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടല്ലോ. ഒരു പരിപാടിയിൽ പോലും അതിൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്നെ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടില്ല. എനിക്ക് അതിലൊരു ഒരു മെമ്പർ പദവി പോലും ഞങ്ങളുടെ NGOക്ക് ഇല്ല. ഞങ്ങൾ എല്ലാ ആയിരക്കണക്കിന് NGOകൾ വഴി അവർക്കൊക്കെ സഹായം കിട്ടിയതുപോലെ ഞങ്ങൾക്കും സഹായം കിട്ടി. ഞങ്ങൾ ആദ്യം അപേക്ഷിച്ച സമയത്ത് 762 വനിതകൾക്ക് ഞങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇവർ വഴി ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 19 വനിതകൾക്ക് സ്കൂട്ടർ ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 234 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 182 കർഷകർക്ക് ജൈവവളം ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 5 പേർക്ക് വാട്ടർ പ്യൂരിഫയർ ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. പിന്നെ അവിടെ 380 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പകുതി പൈസക്കായിരുന്നു ഇവർ സ്കൂൾ കിറ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെ ഞങ്ങളുടെ NGO പകുതി പൈസ അടച്ചിട്ട് ആ പകുതി പൈസ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിതരണം ചെയ്തു. ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ രണ്ടാമത് ഇതെല്ലാം വീണ്ടും സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് കേട്ടറിഞ്ഞ് പിന്നെയും ഇതിനപേക്ഷിച്ചു. ഈ അപേക്ഷകൾ എല്ലാം കംപ്ലീറ്റ് എല്ലാം നമുക്ക് സുതാര്യമായി പരിശോധിക്കാമല്ലോ. എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അവർ പൈസ അടച്ചത്. അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി എന്നതല്ലാതെ ഞങ്ങൾ അതിലെവിടെയാണ് കക്ഷിയാവുന്നത്? ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ ആക്ഷേപിക്കാൻ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തുദ്ദേശത്തിലായാലും ഓരോരുത്തരുടെയും നിലവാരം ആളുകൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള ഒളിച്ചു വെക്കാനുമില്ല. എല്ലാം സുതാര്യമായി നമുക്ക് കാണാം, പറയാം.